ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗോവ, കർണാടക, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനത്തിന് ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം തൊഴിൽ പരിശീലന പദ്ധതി കോഴിക്കോട്ട് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്യും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയം. 4ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു മുതൽ ഗോവ, കർണാടക, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനം നടത്തും. രാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം ഗോവയിലേക്ക് പോകും. നാളെ കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് അന്തർവാഹിനിയിൽ കടൽയാത്ര നടത്തും. തിങ്കളാഴ്ച ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഓൾ ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും NIT ജംഷഡ്പൂരിന്റെ 15ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. 5ാമത് ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. ദേശീയ വികസന മുൻഗണനകളെക്കുറിച്ചുള്ള സംവാദങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണ് സമ്മേളനം. രാജ്യത്തിന്റെ മനുഷ്യവിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഭാവി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള ഏകീകൃത കർമ്മപദ്ധതി തയ്യാറാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഇന്ന് തെരഞ്ഞെടുക്കും. പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 ആരംഭിച്ചു. വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ നടത്തിയിരുന്നു. LDFിലെ ബിനോയ് കുര്യൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും UDFിലെ മില്ലി മോഹൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി PA ജബ്ബാർ ഹാജി ചുമതലയേറ്റു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ R ലതാദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രി GR അനിലിന്റെ ഭാര്യയാണ് ലതാദേവി. KPCC ജനറൽ സെക്രട്ടറി ജോഷി ഫിലിപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. 2ാം തവണയാണ് ജോഷി ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നത്. A മഹേന്ദ്രൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ മിനി വട്ടക്കണ്ടിയും, വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ കോട്ടയിൽ രാധാകൃഷ്ണനും, തിരുവമ്പാടിയിൽ ജിതിൻ പള്ളാട്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ UDFിന്റെ സാം വർഗീസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊട്ടാരക്കര നടുവത്തൂർ പഞ്ചായത്തിൽ BJPയുടെ വിദ്യ കരുവായം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. വിള സംരക്ഷണം ഉറപ്പാക്കുന്നതിനായുള്ള കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ സീസൺ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കൃഷിനാശം സംഭവിക്കുമ്പോൾ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷയൊരുക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി നിർബന്ധമായും പരിശോധിക്കേണ്ടതാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണെന്നും ഫാം ഇൻഫർമേഷൻ ഓഫീസർ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം തൊഴിൽ പരിശീലന പദ്ധതി കോഴിക്കോട് മരുതോങ്കരയിൽ വൈകിട്ട് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പും KDISCും വിജ്ഞാന കേരളവും ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് ഉന്നതി വിജ്ഞാന കേരളം. ഇന്റേൺഷിപ്പുകൾ, തൊഴിൽ അപ്രന്റീസ്ഷിപ്പുകൾ എന്നിവ വഴി അടുത്ത മാർച്ച് 31-നകം 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി ഇന്നും തുടരുന്നു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തലും വിപണനവും ഉപയോഗവും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂരിൽ ജനുവരി 1 മുതൽ 6 വരെ പൈതൃകോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളായ മുണ്ടേരി, അറയ്ക്കൽ, ബർണശ്ശേരി എന്നിവിടങ്ങളിലായാണ് പൈതൃകോത്സവം നടത്തുക. പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ, പൈതൃക പദയാത്ര എന്നിവ ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. ആകാശവാണി, ദൂരദർശൻ ന്യൂസ്, AIR ന്യൂസ്, വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിൽ പരിപാടി തത്സമയം ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരുടെ പേര് ചേർക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനായി സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം 2025 നാളെ കണ്ണൂരിൽ. 30 വരെ നടക്കുന്ന കലോത്സവം നാളെ വൈകിട്ട് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഒ. കേളു അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും 1500-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനം, മുനിസിപ്പൽ ഹൈസ്കൂൾ, മഹാത്മാ മന്ദിരം എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള 4 വേദികളിലായാണ് മത്സരം. പട്ടികവർഗ സമൂഹത്തിലെ പരമ്പരാഗത ഗാനങ്ങളും നൃത്തങ്ങളും ഈ കലാമേളയുടെ പ്രത്യേകതയാണ്. ആകെ 31 മത്സര ഇനങ്ങളാണുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിലുള്ള കലാമേളയിൽ വിജയികളാകുന്നവർക്ക് ബോർഡ് പരീക്ഷകളിൽ ഗ്രേസ് മാർക്കും ലഭിക്കും. ഗിന്നസ് ബുക്കിൽ ഇടം നേടി ചരിത്രം സൃഷ്ടിച്ച തൃശൂരിന്റെ ബോൺ നദാലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നഗരവീഥിയിൽ നിറയും. തൃശൂർ അതിരൂപതയും പൌരാവലിയും ചേർന്നാണ് ബോൺ നദാലെ കരോൾ ഘോഷയാത്ര നടത്തുന്നത്. 15,000-ലധികം പേർ പാപ്പാവേഷത്തിൽ പരിപാടിയുടെ ഭാഗമാകും. 1000-ഓളം മാലാഖമാർ, സ്കേറ്റിംഗ്, ബൈക്ക്, വീൽചെയർ പാപ്പന്മാർ എന്നിവർ ഘോഷയാത്രയിൽ അണിചേരും. മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ ഇന്ന് ശബരിമല സന്നിധാനത്ത് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് 10:20-നും 11:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ മണ്ഡലപൂജ നടന്നു. ഇന്ന് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നതിനാൽ സന്നിധാനത്തെത്തിയ ഭക്തർക്ക് തങ്കയങ്കി വിഭൂഷിതനായ ശാസ്താവിനെ കണ്ണിറയെ ദർശിക്കാനുമായി. ഇന്ന് രാത്രി 11-ന് ശബരിമല നട അടയ്ക്കുന്നതോടെ 41 ദിനം നീളുന്ന മണ്ഡലകാലത്തിനു കൂടിയാണ് സമാപനമാകുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് വൈകുന്നേരം 5-ന് നട വീണ്ടും തുറക്കും. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഇന്നലെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിജയം നേടിയതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 3-0-ന് മുന്നിലെത്തി. പരമ്പരയിലെ 4-ാം മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലെത്തും. കണ്ണൂർ പെരിങ്ങത്തൂർ പാലത്തിന് സമീപം യാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകുന്നേരം കണ്ണൂർ ടൌൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് കൂണിയയിൽ ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് സമ്മേളനം. സ്വർണ്ണവിലയിൽ വർധന. പവന് 880 രൂപ ഉയർന്ന് 1,3560 രൂപയും ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 12,945 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ ഒരു വീട്ടിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 20 വയസ്സുള്ള കിഷന്റെ അമ്മൂമ്മ VK റെജി, അമ്മൂമ്മയുടെ സഹോദരി VK റോജ എന്നിവരാണ് മരിച്ചത്. ചെറുമകന്റെ മരണത്തെ തുടർന്നുണ്ടായ വിഷമത്തിലാണ് മറ്റു 2 പേരും മരിച്ചതെന്നാണ് വിവരം. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ആക്രമണം നടത്തി റഷ്യ. ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ നിരവധി മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവിലെ പ്രാന്തപ്രദേശ പട്ടണമായ ബ്രോവാരിയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗോവ, കർണാടക, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനത്തിന് ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം തൊഴിൽ പരിശീലന പദ്ധതി കോഴിക്കോട്ട് മന്ത്രി ഒ. കേളു ഉദ്ഘാടനം ചെയ്യും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയം. 4-ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.